എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം കോസ്റ്റ് അക്കൗണ്ടിംഗ് സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 4 ആയ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേരുടെ ഡൗട്ടാണ്, പ്രോബ്ലം അറിയില്ല, തിയറി പഠിച്ചാൽ പാസ്സാവാൻ പറ്റുമെന്ന്. ഈ ഡൗട്ട് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഇല്ലെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിലുണ്ട്. ആദ്യത്തെ 15 ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ആദ്യത്തെ 15 ക്വസ്റ്റ്യനും തിയറിയാണ്. അതായത് അവിടെ നിന്ന് നിങ്ങൾക്ക് മാക്സിമം 25 മാർക്ക് സ്കോർ ചെയ്യാം. പാസ്സാവാൻ അതുപോലെ എസ് എ 2 തിയറിയാണ്, 20 മാർക്ക്, അതായത് 45 മാർക്കിന് തിയറി. കൂടാതെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 20 മാർക്ക്, അതായത് ഏകദേശം 65ഓളം മാർക്കിൻ്റെ തിയറി തന്നെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നാലും ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കും തിയറി പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ. ജസ്റ്റ് നിങ്ങളൊരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. തിയറി മാത്രം പഠിച്ചും കൊമേഴ്സിലെ എല്ലാ പേപ്പറും, ബികോമിൻ്റെ എല്ലാ പേപ്പറും നിങ്ങൾക്ക് പാസ്സാവാം. അടുത്തതാണ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്: ജോബ് കോസ്റ്റിങ്ങും, കോൺട്രാക്ട് കോസ്റ്റിങ്ങും, പ്രോസസ് കോസ്റ്റിങ്ങും. ജോബ് കോസ്റ്റിങ്ങിനെ കുറിച്ചും പ്രോസസ് കോസ്റ്റിങ്ങിനെ കുറിച്ചും കോൺട്രാക്ട് കോസ്റ്റിങ്ങിനെ കുറിച്ചും ചെറിയൊരു ഐഡിയ ഉള്ള കുട്ടിക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം ജോബ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ഫോർ സ്പെസിഫിക് ജോബ്. ഒരു പ്രത്യേക ജോബിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ. ഇപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ജോബ്. അവിടെ സ്പെസിഫിക് എന്ന് മാത്രം നമ്മൾ എഴുതുന്നേ ഉള്ളൂ. ഒരു ജോബിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെ, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ്സ് കോസ്റ്റ് ഫോർ സ്പെസിഫിക് ജോബ്. ഇനി നമുക്ക് ജോബ് കോസ്റ്റിംഗിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് ഡിറ്റർമൈൻസ് കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്. ഓരോ ജോബിൻ്റെയും കോസ്റ്റ് നിർണ്ണയിക്കും. ഇപ്പോൾ ജോബ് കോസ്റ്റിംഗിൻ്റെ ഒരു ഫീച്ചറാണ് ഇറ്റ് ഡിറ്റർമൈൻസ് കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റബിൾ ആൻഡ് അൺപ്രോഫിറ്റബിൾ ജോബ്സ്. ഏത് ജോബാണ് പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്നത്, ഏത് ജോബാണ് അൺപ്രോഫിറ്റബിൾ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൈസിങ് ഡിസിഷൻ. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻ എടുക്കാൻ ജോബ് കോസ്റ്റിങ്ങിലൂടെ സാധിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ 3 ജോബ് കോസ്റ്റിങ്ങിൻ്റെ 3 അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പഠിച്ചു. ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഒന്ന്, ഇറ്റ് ഡിറ്റർമൈൻസ് കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്. ഓരോ ജോബിൻ്റെയും കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റബിൾ ആൻഡ് അൺപ്രോഫിറ്റബിൾ ജോബ്. ഏത് ജോബാണ് പ്രോഫിറ്റബിൾ, ഏത് ജോബാണ് അൺപ്രോഫിറ്റബിൾ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൈസിങ് ഡിസിഷൻ. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ജോബ് ഡിറ്റർമൈൻ ഇൻഡിപെൻഡൻ്റ്ലി. ഓരോ ജോബിൻ്റെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഓരോന്നിൻ്റെതും 1 by 1 ആയിട്ട് ഓരോ ജോബിൻ്റെയും പ്രോഫിറ്റും ലോസും എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ചെയ്യാം. ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ്. ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബും ഓരോ യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡ്യൂറേഷൻ ഓഫ് ജോബ് ഈസ് എ ഷോർട്ട് പീരീഡ്. ജോബിൻ്റെ ഡ്യൂറേഷൻ ഷോർട്ട് പീരീഡ് ആയിട്ടാണ് കണക്കാക്കുക. ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ഫ്യൂച്ചർ കോസ്റ്റ്. ഫ്യൂച്ചർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ഡിഫക്റ്റീവ് വർക്ക്. പോരായ്മയുള്ള വർക്കുകൾ കണ്ടെത്താനും സാധിക്കും. ഇത്രയുമാണ് നിങ്ങൾക്ക് ജോബ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ മൊഡ്യൂളിൽ ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിങ്ങും ഈ കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. അതിൽ ആദ്യത്തെ പാർട്ടായ ജോബ് കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. അതൊരു കോസ്റ്റിംഗ് മെത്തേഡാണ് വിച്ച് കാൽക്കുലേറ്റ്സ് കോസ്റ്റ് ഫോർ സ്പെസിഫിക് ജോബ്. ഒരു പ്രത്യേക ജോബിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പഠിച്ചു. ഇത് എല്ലാം പഠിച്ചു വെക്കുക, അഡ്വാൻറ്റേജ്. എന്നാലും അവസാന നിമിഷം പഠിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ എല്ലാം ഒന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്നും എളുപ്പമുള്ള 5 എണ്ണം പഠിക്കുക. എനിക്ക് എളുപ്പമെന്ന് തോന്നിയ 5 എണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1, ഇറ്റ് ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് ജോബ്. 2, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൈസിങ് ഡിസിഷൻ. 3, ഈച്ച് ജോബ് ഈസ് എ യൂണിറ്റ്. 4, ജോബ് ഈസ് ഷോർട്ട് പീരീഡ്.
അഞ്ചാമത്തത് ഇറ്റ് കൺട്രോൾ ഫ്യൂച്ചർ കോസ്റ്റ്. ഇനി നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന 5 ഫീച്ചർ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കുക. അടുത്തതാണ് കോൺട്രാക്ട് കോസ്റ്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ form of specific order costing in which costs are attributed to individual contract. അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓർ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഫോർ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. അതായത് ഒരു സ്പെസിഫിക് ഓർഡർ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് റിലേറ്റഡ് ടു കോൺട്രാക്ട് എന്നും പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, ഇറ്റ് ഈസ് ദ കോസ്റ്റ് റിലേറ്റഡ് ടു കോൺട്രാക്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ഓർഡർ കോൺട്രാക്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് കോസ്റ്റിംഗിൻ്റെ മീനിങ് ആയി. ഇനി കോൺട്രാക്ട് കോസ്റ്റിംഗിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. കോൺട്രാക്ട് കോസ്റ്റ് ആർ ജനറലി ലാർജ് സൈസ്. കോൺട്രാക്ട് കോസ്റ്റ് ലാർജ് ആയിരിക്കും. കോൺട്രാക്ട് ഇറ്റ് സെൽഫ് ഈസ് എ കോസ്റ്റ് യൂണിറ്റ്. കോൺട്രാക്റ്റിനെ ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് കോൺട്രാക്ട്. ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ഫോർ ലോങ് പീരീഡ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ലോങ് പീരീഡിലേക്കാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ജോബ് കോസ്റ്റിംഗ് ഷോർട്ട് പീരീഡിലേക്കാണെന്ന്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ലോങ് പീരീഡിലേക്കാണ്. കോമൺ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ അപ്പോർഷൻഡ് ഓവർ ഡിഫറെൻറ്റ് കോൺട്രാക്ട്. ഓരോ കോൺട്രാക്റ്റിലേക്കും അല്ലെങ്കിൽ വ്യത്യസ്ത കോൺട്രാക്റ്റിലേക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ കോമൺ ആയിട്ടായിരിക്കും അപ്പോർഷൻ ചെയ്യുക. ഇതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ജോബ് കോസ്റ്റിംഗിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതുകൊണ്ട് അത് കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ പോവുക. ഇങ്ങനെ പഠിച്ചാൽ മതി. ഒന്ന് ലാർജ് സൈസ് ആണ്, അത് ഓർക്കാൻ പറ്റുമല്ലോ. കോൺട്രാക്ട് കോസ്റ്റിംഗ് ലാർജ് സൈസ് ആണ്. രണ്ടാമത്തത് കോൺട്രാക്ട് കോസ്റ്റ് യൂണിറ്റ് ആണത്. മൂന്നാമത്തത് സെപ്പറേറ്റ് അക്കൗണ്ട് വേണം ഓരോ കോൺട്രാക്റ്റിനും. നാലാമത്തത് ലോങ് പീരീഡ് ആണ്. ദെൻ മറ്റൊരു 2 മാർക്ക് ടേം ആണ്. കുറച്ച് 2 മാർക്ക് ടേമുകൾ നമുക്ക് നോക്കാം. വർക്ക് ഇൻ പ്രോഗ്രസ്. എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ്? വർക്ക് പുരോഗമിക്കുന്നു എന്നുള്ള അർത്ഥമാണല്ലേ മലയാളത്തിൽ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. പൂർണ്ണമായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വീട് കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്ട് ആണെങ്കിൽ അതിൻ്റെ ചുമര് വരെ കെട്ടിയിട്ടുണ്ട്, അത്രയും ഒരു പ്രോഗ്രസ് ഉണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് ദ അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുമ്പോൾ അപൂർണമായി നിൽക്കുന്ന കോൺട്രാക്റ്റിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. 2 മാർക്കിനൊക്കെ ചോദിക്കും. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് എമൗണ്ട് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. അതിൽ എന്തുണ്ടായിരിക്കും? അത് ഭാഗികമായി മാത്രം കഴിഞ്ഞതുകൊണ്ട് വർക്ക് സർട്ടിഫൈഡും ഉണ്ടായിരിക്കും, വർക്ക് അൺസർട്ടിഫൈഡും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അൺഫിനിഷ്ഡ് കോൺട്രാക്ട്. അത്രയെങ്കിലും ഓർത്ത് വെക്കണം, അതൊരു കീ വേർഡാണ്. അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്ന സമയത്തേക്ക് അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കോൺട്രാക്റ്റിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. ഇനി അടുത്തതാണ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുണ്ട് 2 മാർക്കിന്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ദ സെയിൽസ് വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ആസ് സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ട് ഈസ് നോൺ ആസ് വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ ആർക്കിടെക്റ്റ് ആണ്. അതായത് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. ആർക്കിടെക്റ്റ് ആയിരിക്കും വർക്ക് സർട്ടിഫൈഡ് കൊടുക്കുക. എപ്പോഴാണ് അദ്ദേഹം സർട്ടിഫൈ ചെയ്യുക? ദ സെയിൽ വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റഡ്. വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അത് സെയിൽ വാല്യൂ എന്നൊന്നും ഓർത്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഓർക്കുക, വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയാൽ ആർക്കിടെക്റ്റ് സർട്ടിഫൈ ചെയ്യുന്നതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് വർക്ക് വിച്ച് ഹാസ് ബീൻ ക്യാരിഡ് ഔട്ട് ബൈ ദ കോൺട്രാക്ടർ. കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് ഹാസ് നോട്ട് ബീൻ സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ട്. എന്നാൽ ആർക്കിടെക്ട് എന്ത് ചെയ്തിട്ടില്ല? സർട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. സെയിൽ വാല്യൂവിന് തയ്യാറായി കഴിഞ്ഞാൽ ആ ആർക്കിടെക്ട് ആ ഒരു കോൺട്രാക്ട് സർട്ടിഫൈ ചെയ്താൽ അതിനെ വർക്ക് സർട്ടിഫൈഡ് എന്നും, ആർക്കിടെക്ചർ കോൺട്രാക്ട് സർട്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ വർക്ക് അൺസർട്ടിഫൈഡ് എന്നും പറയുന്നു. അടുത്തൊരു 2 മാർക്ക് ടേമാണ് റിറ്റൻഷൻ മണി. നമുക്ക് നോക്കാം എന്താണ് റിറ്റൻഷൻ മണി. ദ അൺപെയ്ഡ് ബാലൻസ് ഓഫ് വർക്ക് സർട്ടിഫൈഡ്
or the amount held back or retained by the contractee is known as retention money. അപ്പോൾ നിങ്ങൾക്ക് retention money 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ഓർത്ത് വെക്കുക. അൺപെയ്ഡ് ബാലൻസ് ഓഫ് വർക്ക് സർട്ടിഫൈഡ്, അതായത് ആർക്കിടെക്റ്റ് വർക്ക് സർട്ടിഫൈഡ് ചെയ്തു, എന്നാലും ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ബാലൻസ് അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനെയാണ് അൺപെയ്ഡ് മണി അഥവാ റിറ്റൻഷൻ മണി എന്ന് പറയുന്നത്. അപ്പോൾ റിറ്റൻഷൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അൺപെയ്ഡ് ബാലൻസ് ഓഫ് വർക്ക് സർട്ടിഫൈഡ്. അടുത്തതാണ് നോഷണൽ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ഓൺ വർക്ക് സർട്ടിഫൈഡ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് ഇൻ എ കോൺട്രാക്ട്. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത് തിയററ്റിക്കൽ പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ വാട്ട് ഈസ് നോഷണൽ പ്രോഫിറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ പ്രോഫിറ്റ്, അങ്ങനെ എഴുതണം. ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ഓൺ വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് ഇൻ എ കോൺട്രാക്ട്, പക്ഷേ ആ കോൺട്രാക്റ്റിൽ റിസീവ് ചെയ്തിട്ടില്ല. ഇനി എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്. അപൂർണമായ കോൺട്രാക്റ്റിന്റെ പ്രോഫിറ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? 3 രീതിയിലാണ്. ഒന്ന് പാർഷ്യലി കംപ്ലീറ്റഡ്, ഒന്ന് പ്രൊപ്പോർഷനേറ്റ് പ്രോഫിറ്റ്, ഒന്ന് പ്രുഡന്റ് അപ്രോച്ച്. ഈ 3 രീതിയിലാണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിന്റെ പ്രോഫിറ്റിനെ ട്രീറ്റ് ചെയ്യുക. പാർഷ്യലി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബേസ്ഡ് ഓൺ ദ സ്റ്റേജസ് ഓഫ് കംപ്ലീഷൻ. അതായത് ഒരു 5 സ്റ്റേജുള്ള കോൺട്രാക്റ്റ് ആണെന്ന് വിചാരിക്കുക. അതിൽ എത്ര സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പാർഷ്യലി കംപ്ലീറ്റഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പർ വാല്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നേ. ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഒരു കുട്ടി എസ് എ ആണോ ഷോർട്ട് എസ് എ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, 2 ഐറ്റം ചോദിച്ചു. ഒരു കുട്ടി പോലും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് സിമ്പിളാണ്. നിങ്ങളെങ്കിലും ഇത് ഇനി അതുമാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് താനും ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിക്കാം ട്രീറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്. അപൂർണമായ കോൺട്രാക്റ്റുകളിൽ പ്രോഫിറ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഒന്ന് പാർഷ്യലി കംപ്ലീറ്റഡ് ആണ്. പാർഷ്യലി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബേസ്ഡ് ഓൺ ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ. എത്ര സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്തു ആ കോൺട്രാക്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. പ്രപ്പോർഷനേറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ പ്രപ്പോർഷൻ ഓഫ് ദ വർക്ക് കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് ചെയ്ത വർക്കിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് പ്രോഫിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്തതാണ് prudent approach. Only portion of profit is recognized considering uncertainties. പ്രോഫിറ്റ് മാത്രം റെക്കഗ്നൈസ് ചെയ്യുന്നു, എന്തെങ്കിലും അൺസർട്ടൈനിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അടുത്തതാണ് ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് മാത്രമേ നമ്മൾ ഡിസ്കസും ചെയ്യുന്നുള്ളൂ. ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഡ്യൂറേഷൻ, എനിക്ക് തോന്നുന്നു ഈ ഡിഫറൻസ് പഠിച്ചു വെച്ചാൽ ജോബ് കോസ്റ്റിങ്ങിൻ്റെയും കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെയും ഫീച്ചേഴ്സ് ആയി, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയി. അതുകൊണ്ട് ഈ ഒരു ഡിഫറൻസ് പഠിച്ചു വെക്കുക. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഷോർട്ട് ടേമിലേക്കായിരിക്കും, എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ ഡ്യൂറേഷൻ ലോങ് ടേമിലേക്കായിരിക്കും. ഇനി ജോബ് കോസ്റ്റിങ്ങിൽ ഈച്ച് ജോബ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബും ട്രീറ്റ് ചെയ്യുന്നത് കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ്. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ഈച്ച് കോൺട്രാക്ട് ഈസ് ട്രീറ്റഡ് ആസ് കോസ്റ്റ് യൂണിറ്റ്. അതായത് ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബും കോസ്റ്റ് യൂണിറ്റ് ആണ്. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ഓരോ കോൺട്രാക്റ്റും കോസ്റ്റ് യൂണിറ്റ് ആണ്. ജോബ് കോസ്റ്റിംഗ്, ജോബ് വർക്ക് ഈസ് ഇൻ ഫാക്ടറി പ്രിമൈസസ്. ജോബ് ഉണ്ടാവുക ഫാക്ടറിയിലാണ്. കോൺട്രാക്ട് ഈസ് ഇൻ സൈറ്റ്. കോൺട്രാക്റ്റുകൾ ഉണ്ടാവുക സൈറ്റിലാണ്. നിങ്ങൾക്കറിയാലോ അല്ലെ, വലിയ വലിയ ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ സൈറ്റാണ്, അവരുടെ വർക്ക് സൈറ്റാണ്. അപ്പോൾ ജോബ് ഉണ്ടാകുക ഫാക്ടറികളിലാണ്, എന്നാൽ കോൺട്രാക്ട് ഉണ്ടാകുക സൈറ്റിലാണ്. ഇതൊക്കെ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? ജോബ് കോസ്റ്റിംഗ് ഷോർട്ട് പീരീഡിലേക്കാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ലോങ് പീരീഡിലേക്കാണ്. ജോബ് കോസ്റ്റിംഗിൽ ഈച്ച് ജോബ് കോസ്റ്റ് യൂണിറ്റ് ആണ്. കോൺട്രാക്ട് കോസ്റ്റിംഗിൽ ഈച്ച് കോൺട്രാക്ട് കോസ്റ്റ് യൂണിറ്റ് ആണ്. ജോബ് ഫാക്ടറിയിലാണ് ഉണ്ടാവുക, കോൺട്രാക്ട് സൈറ്റിലാണ് ഉണ്ടാവുക. ഇറ്റ് ഹാസ് സ്പെസിഫിക് കസ്റ്റമൈസ്ഡ് ജോബ്. സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ജോബുകൾ ഉണ്ടാകും, എന്നാൽ കോൺട്രാക്ട് എന്താണ്? ലാർജ് സ്കെയിൽ പ്രോജക്റ്റുകളായിരിക്കും. വലിയ വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക, വലിയ വലിയ മെഷീനറീസ് നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലാർജ് സ്കെയിൽ പ്രോജക്റ്റുകളായിരിക്കും കോൺട്രാക്ട് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് ഈസ് ലെസ് കോംപ്ലക്സ്. ജോബ് കോസ്റ്റിംഗിന് കോംപ്ലക്സ് കുറവാണ്. കോംപ്ലക്സ് കുറവാണെന്ന് ഉദ്ദേശിച്ചത് അത് പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ മോർ കോംപ്ലക്സ് ആണ്. ജോബ് കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ജോബ് ഓർഡർ.
ജോബ് ഓർഡറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോബ് കോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ കോൺട്രാക്ട് എഗ്രിമെന്റ്. പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉണ്ടാവുക. ജോബ് കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ജോബ് കംപ്ലീഷൻ. ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോബ് കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഗ്രസ് ഓഫ് ദ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് എത്രത്തോളം പ്രോഗ്രസ് ആയി എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രോഫിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയുമാണ് ജോബ് കോസ്റ്റിംഗും കോൺട്രാക്ട് കോസ്റ്റിംഗും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസുകൾ. ജോബ് കോസ്റ്റിംഗ് ഷോർട്ട് ടേമിലേക്കായിരിക്കും, കോൺട്രാക്ട് കോസ്റ്റിംഗ് ലോങ് ടേമിലേക്കായിരിക്കും. ജോബ് കോസ്റ്റിംഗിൽ ഈച്ച് ജോബ് കോസ്റ്റ് യൂണിറ്റ് ആണ്, കോൺട്രാക്ട് കോസ്റ്റിംഗിൽ ഈച്ച് കോൺട്രാക്ട് കോസ്റ്റ് യൂണിറ്റ് ആണ്. ജോബ് കോസ്റ്റിംഗ് ഫാക്ടറിയിലാണ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് വർക്ക് സൈറ്റിലാണ്. ജോബ് കോസ്റ്റിംഗിൽ കസ്റ്റമൈസ്ഡ് ജോബ് ഉണ്ടാകും, കോൺട്രാക്ട് കോസ്റ്റിംഗിൽ ലാർജ് പ്രൊജക്റ്റുകളാണ് ഉണ്ടാവുക. ജോബ് കോസ്റ്റിംഗ് ലെസ് കോംപ്ലെക്സ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് മോർ കോംപ്ലെക്സ്. ജോബ് കോസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ജോബ് ഓർഡർ, കോൺട്രാക്ട് കോസ്റ്റിംഗ് ബേസ്ഡ് ഓൺ എഗ്രിമെന്റ്. ജോബ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ജോബ് കംപ്ലീഷൻ, കോൺട്രാക്ട് കോസ്റ്റിംഗിൽ കോൺട്രാക്ട് പ്രോഗ്രസ്. ഇനി നമ്മൾ ഈ മൊഡ്യൂളിലെ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്, പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ഫോർ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു കോസ്റ്റിംഗ് മെത്തേഡാണ് അല്ലെങ്കിൽ ടെക്നിക്കാണ്. അത് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. വിച്ച് കാൽക്കുലേറ്റ്സ് കോസ്റ്റ് ഫോർ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്. ഇനി നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്, പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. പ്രോഡക്ട്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്ട്സുകളായിരിക്കും. പ്രോഡക്ട്സ് ആർ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും. പ്രോഡക്റ്റ് പാസസ് ത്രൂ 2 or more പ്രോസസ്, ഓരോ പ്രോഡക്റ്റും 2 or അതിലധികമോ പ്രോസസ്സുകളിലൂടെ പാസ് ചെയ്തു പോകും. വർക്ക് ഇൻ പ്രോഗ്രസ്. നോർമൽ ലോസ് ആൻഡ് വേസ്റ്റേജ് ആർ അക്യുമുലേറ്റഡ്. ഓരോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവിടുത്തെ ലോസും വേസ്റ്റേജും അക്യുമുലേറ്റ് ചെയ്തു വരും. പ്രോഡക്റ്റ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ പ്രോസസ്സിംഗ് സ്റ്റേജ്. പ്രോസസ്സിംഗ് സ്റ്റേജിൽ പ്രോഡക്റ്റിന് എന്ത് ചെയ്യുന്നില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം ഇതിൽ എളുപ്പമുള്ള 5 പോയിന്റ് പഠിച്ചു വെക്കുക. പ്രോസസ് കോസ്റ്റിംഗ് എന്തായിരുന്നു? പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓർ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഈസ് ഫോർ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്, അല്ലേ? അതിൽ 5 ഫീച്ചേഴ്സ് ഓർത്ത് വെച്ചോ. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, പ്രോഡക്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, പ്രോഡക്റ്റ് ഹോമോജീനിയസ് ആണ്, പ്രോഡക്റ്റ് പാസസ് ത്രൂ 2 or more പ്രോസസ്, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈസി ടു കമ്പ്യൂട്ട്, സിമ്പിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, പോസിബിൾ ടു അസർടെയിൻ പ്രോസസ് കോസ്റ്റ് അറ്റ് ഷോർട്ട് ഇന്റർവെൽ. ഓരോ ഷോർട്ട് ഇന്റർവെല്ലിലും പ്രോസസ് കോസ്റ്റ് നമുക്ക് അസർടെയിൻ ചെയ്യാൻ പറ്റും. സ്യൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷന് സ്യൂട്ടബിൾ ആണ്. ഇനി നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് നോക്കാം. പ്രോസസ് കോസ്റ്റിംഗിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്, ഡിഫിക്കൽട്ട് ഇൻ വാല്യൂയിങ് ലോസസ് ആൻഡ് വേസ്റ്റ്, ഡിഫിക്കൽട്ട് ഇൻ വാല്യൂയിങ് ലോസസ് ആൻഡ് വേസ്റ്റ്. ലോസോ വേസ്റ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാല്യൂ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡിഫിക്കൽട്ടി ഇൻ വാല്യൂയിങ് വർക്ക് ഇൻ പ്രോസസ്, ലാക്ക് ഓഫ് ആക്യുറസി, അതുപോലെ തന്നെ ആവറേജ് കോസ്റ്റ് ലിമിറ്റേഷൻ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പ്രോസസ് കോസ്റ്റിംഗും ജോബ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കണം. കോൺട്രാക്ട് കോസ്റ്റിംഗും ജോബ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസും, അതേപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗും ജോബ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസും. പ്രോസസ് കോസ്റ്റിംഗിൽ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണ്, ജോബ് കോസ്റ്റിംഗ് ജോബ് ഓർഡറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രോസസ് കോസ്റ്റിംഗിൽ ഹോമോജീനിയസ് പ്രോഡക്റ്റുകളായിരിക്കും, എന്നാൽ ജോബ് കോസ്റ്റിംഗിൽ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകളായിരിക്കും. പ്രോസസ് കോസ്റ്റിംഗിൽ പ്രൊഡക്ഷൻ ഈസ് ഫോർ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ. ജോബ് കോസ്റ്റിംഗിൽ പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫോർ സ്റ്റോക്ക്. പ്രോസസ് കോസ്റ്റിംഗിൽ കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് പ്രോസസ്സിന് വേണ്ടിയിട്ട്. ജോബ് കോസ്റ്റിംഗിൽ കോസ്റ്റ് അക്യുമുലേറ്റഡ് ബൈ ജോബ്. അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗ് മാസ് പ്രൊഡക്ഷനാണ് സ്യൂട്ടബിൾ ആകുന്നത്, ജോബ് കോസ്റ്റിംഗ് യുണീക്ക് പ്രൊഡക്ട്സിനാണ് സ്യൂട്ടബിൾ ആകുന്നത്.
അതുപോലെ പ്രോസസ് കോസ്റ്റിംഗിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകും, ജോബ് കോസ്റ്റിംഗിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇനി കുറച്ച് പ്രോസസ് കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോർമൽ പ്രോസസ് ലോസ് അല്ലെങ്കിൽ നോർമൽ ലോസ്. ദിസ് ഈസ് ദ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹറന്റ് നാച്ചർ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. നോർമൽ പ്രോസസ് ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, എന്തായാലും ആ നഷ്ടം സംഭവിച്ചേ മതിയാവുകയുള്ളൂ, അത്തരത്തിലുള്ള അൺഅവോയ്ഡബിൾ ലോസിനെയാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും നോർമൽ ലോസ് അല്ലെങ്കിൽ നോർമൽ പ്രോസസ് ലോസ് എന്ന് കേട്ടാൽ അറ്റ്ലീസ്റ്റ് 2 കീവേഡ് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ദിസ് ഈസ് ദ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഡ്യൂറിങ് പ്രൊഡക്ഷൻ പ്രോസസ്, അങ്ങനെ എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ദ ലോസ്, ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ഡ്യൂറിങ് പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ലോസസിനെയാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ഇനി അബ്നോർമൽ പ്രോസസ് ലോസ്. അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞാൽ എനി ലോസ് കോസ്ഡ് ബൈ അൺഎക്സ്പെക്റ്റഡ് ഓർ അബ്നോർമൽ കണ്ടീഷൻ സച്ച് ആസ് പ്ലാന്റ് ബ്രേക്ക് ഡൗൺ, സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ, ആക്സിഡന്റ് എക്സെട്ര. സച്ച് ലോസ് ആർ കോൾഡ് അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ പ്രോസസ് ലോസ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ലോസസ്. നോർമൽ ലോസസ് എന്തായിരുന്നു? അത് നമുക്ക് അൺഅവോയ്ഡബിൾ ആണ് ഡ്യൂറിങ് ദി പ്രൊഡക്ഷൻ പ്രോസസ്. അബ്നോർമൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അതായത് നമ്മുടെ ഒരു യന്ത്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ബ്രേക്ക് ഡൗൺ ആയി, അങ്ങനെ എന്തെങ്കിലും യന്ത്ര തകരാറുകൾ, കാര്യങ്ങൾ, ആക്സിഡന്റ് ഒക്കെ വരുന്ന ലോസിനെയാണ് അബ്നോർമൽ. അപ്പൊ ഇതിന്റെ കീവേഡ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ലോസ്. ഇനി അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓവർ നോർമൽ ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അബ്നോർമൽ എഫക്റ്റീവ്. അബ്നോർമൽ ഗെയിനെ അബ്നോർമൽ എഫക്റ്റീവ് എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് 5 മിനിറ്റ് കൊണ്ട് 10 പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, അതാണ് നോർമൽ കണക്ക്. പക്ഷേ 5 മിനിറ്റ് കൊണ്ട് 12 പ്രോഡക്റ്റ് അതേ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിച്ചു വന്നു. അത്തരം സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്നോർമൽ ഗെയിൻ. അതായത് എക്സസ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ. നമ്മൾ 10 പ്രൊഡക്ഷൻ ആക്ച്വൽ ആയിട്ട് എക്സ്പെക്ട് ചെയ്തത്, അതിനേക്കാൾ എക്സസ് വന്ന് 12 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി നോർമൽ ഔട്ട്പുട്ടിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന്, സർവീസ് കോസ്റ്റിങ്ങിനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്ക്രാപ്പ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ മെറ്റീരിയൽ ഡിസ്കാർഡഡ് ഓർ റിജക്റ്റഡ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ, അതിലെ മെറ്റീരിയൽ റിജക്റ്റ് ചെയ്യുന്നയോ അല്ലെങ്കിൽ ഡിസ്കാർഡഡ് ആവുന്നയോ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഏരിയ ആണ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് വേരിയസ് കോമ്പണൻസ് ഓഫ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോമ്പണൻസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് വേരിയസ് കോമ്പണന്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട്. ദെൻ കോസ്റ്റ് ഷീറ്റിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കിക്കോ. ഇറ്റ് ഡിസ്ക്ലോസ് ദ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ പോളിസി ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്പാരിസന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രൊഡക്ഷൻ കോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ്, ദെൻ ഫൈനലി കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്